പണ്ടൊരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും യാത്ര ചെയ്തു വരികയായിരുന്നു. അവർ വഴിയിൽ വെച്ച് ഒരു ഭാണ്ഡം കണ്ടു. ശിഷ്യൻ അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കണ്ട് തുള്ളിച്ചാടി. അയാൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഗുരു, ഇതിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രം. ഗുരു പറഞ്ഞു, ആ ഭാണ്ഡം അവിടെ തന്നെ വെച്ചേക്കൂ. അത് മറ്റാരുടെയോ സമ്പത്താണ്. നമ്മൾ അതെടുത്താൽ ബുദ്ധി കെട്ടു പോവുകയും നമ്മൾ നശിക്കുകയും ചെയ്യും. എന്നാൽ ശിഷ്യന് കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ആ ഭാണ്ഡം അവിടെ വെച്ചിട്ട് എന്നോടൊപ്പം ഇവിടെ വന്ന് മറഞ്ഞിരിക്കും. അങ്ങനെ അവർ ഒരു മരത്തിനു പിന്നിൽ ഒളിഞ്ഞിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ 4 രാജഭടന്മാർ ആ വഴി വന്നു. അവർക്ക് ഭാണ്ഡം കിട്ടിയപ്പോൾ അവർ സന്തോഷത്തിൽ മതിമറക്കുകയും 4 പേരും ചേർന്ന് അതിലെ സമ്പത്ത് പങ്കിടാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഭടൻ ഇങ്ങനെ പറഞ്ഞു, ഇത് പങ്കിടുന്നതിന് മുൻപ് നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മൾ 4 പേരുണ്ടല്ലോ, 2 പേർ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങി വരും. അങ്ങനെ 2 പേർ ഭക്ഷണം വാങ്ങാൻ പോയി. ബാക്കി 2 പേർ ഇങ്ങനെ ചിന്തിച്ചു, അവരെ 2 പേരെയും വകവരുത്തിയാൽ ഈ സമ്പത്ത് നമുക്ക് 2 പേർക്കും പങ്കിട്ടെടുക്കാം. അങ്ങനെ കൂടുതൽ സമ്പന്നരാണ്. പട്ടണത്തിലേക്ക് പോയവർ തിരിച്ചു വന്നപ്പോൾ ഭടന്മാർ അവരെ വെടിവെച്ച് കൊല്ലുകയും അവർ കൊണ്ടുവന്ന ഭക്ഷണം സന്തോഷപൂർവ്വം കഴിക്കുകയും ചെയ്തു. എന്നാൽ പട്ടണത്തിലേക്ക് പോയവർ സമ്പത്ത് സ്വന്തമാക്കാനായി ഭക്ഷണത്തിൽ വിഷം കലർത്തി. അത് കഴിച്ച 2 ഭടന്മാരും അവർക്കൊപ്പം മരിച്ചു. അങ്ങനെ 4 പേരും മരണപ്പെടുകയും ആ സമ്പത്തെല്ലാം അവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്തു. പരിശ്രമം ചെയ്യാതെ വന്നു ചേരുന്ന സമ്പത്ത് ബുദ്ധിയും ജീവനും എടുത്തു കളയാം. അത്യാഗ്രഹം മനുഷ്യനെ നശിപ്പിക്കും. പരിശ്രമം ചെയ്തു നേടുന്ന ധനം തീർച്ചയായും നമുക്ക് പ്രയോജനപ്പെടും.